മുഹമ്മദ് റഹീസ് കൂടി ദുബായിൽ നിന്ന് ചെയ്യുന്നുണ്ട്. റഹീസ്, നമുക്കറിയുന്ന പോലെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. റിയാലിറ്റി എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന കാര്യങ്ങളെ കൃത്യമായി പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് 24-ന്റെ ഉത്തരവാദിത്തം. അതിൽ ഇപ്പോൾ നോക്കുക, യു എ അടക്കം ഉൾപ്പെടുന്ന GCC രാജ്യങ്ങളെല്ലാം വീണ്ടും ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്താൻ പോകുന്നു എന്നറിയുന്നു. അതിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നിലവിലെ സാഹചര്യം കാരണം നമുക്കറിയുന്നത് പോലെ ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ ഹോർമുസ് കടലിടുക്ക് അടച്ചത് മൂലമുള്ള വ്യാപാരം നിലയ്ക്കുന്നൊരവസ്ഥ, അവിടുത്തെ ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്നൊരവസ്ഥ, ഇതെല്ലാം മറ്റ് ലോകരാജ്യങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട്. യൂറോപ്പിനെ ബാധിക്കുന്നുണ്ട്, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം റിയാലിറ്റിയാണ്, വസ്തുതയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോ കോൺഫറൻസ് ചേരുന്നത്? പ്രജിൻ, പ്രധാനമായിട്ടും ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ UK പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഹെലികോപ്റ്ററുകളും ഒപ്പം തന്നെ യുദ്ധസന്നാഹങ്ങളും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തയ്യാറാണ്, അത് അയക്കും എന്നുള്ള വിവരം അറിയിച്ചിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും ഒക്കെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം 8:40 ഏതാണ്ട് 4 മിനിറ്റ് മുൻപ് മാത്രം UAE-യിൽ, പ്രത്യേകിച്ച് ദുബായിലും അബുദാബിയിലുമായിട്ട് അലേർട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആ അലേർട്ട് മെസ്സേജ് സാധാരണഗതിയിൽ ഈ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത്, ഇറാൻ ആക്രമണം തൊടുക്കുന്ന സമയത്താണ് വരാറുള്ളത്. അത് ഏതാണ്ട് 4 മിനിറ്റ് മുൻപ് മാത്രം എല്ലാവരുടെയും ഫോണുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ സമയത്ത് UAE അലേർട്ടിലാണ് എന്ന് പറയാം. ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, UAE അലേർട്ടിലാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ യോഗങ്ങളും മറ്റുമൊക്കെ ചേരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ സാമ്പത്തിക കേന്ദ്രങ്ങളെ അടക്കം ആക്രമിക്കും എന്ന് സ്വാഭാവികമായി പറയുമ്പോൾ അത് ചെറുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നതിൽ ഖത്തർ അല്പസമയം മുമ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇറാനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമല്ല ഞങ്ങൾ എന്ന് തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ആയിട്ടുള്ള മജീദ് അൽ അൻസാരി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തരത്തിലും ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തങ്ങൾ പോകുന്നില്ല. നേരത്തെ പല മാധ്യമങ്ങളടക്കം ഖത്തർ യുദ്ധമുഖത്തേക്ക് പോകുന്നു, ഖത്തർ ഇത്തരത്തിൽ ആക്രമണത്തിന് സജ്ജരാകുന്നു, തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ചില അന്തർദേശീയ മാധ്യമങ്ങൾ അത് ഒരു പ്രത്യേക പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ തിരിഞ്ഞൊരു യുദ്ധത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ നൽകുന്നുണ്ട്. അതിനെതിരെ കൂടിയാണ് ഖത്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഖത്തർ ഒരിക്കലും ഇറാനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമല്ല. ഉറപ്പായും അത് സെൽഫ് ഡിഫൻസിന് വേണ്ടി മാത്രം, സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഇറാന്റെ അറ്റാക്കുകളെ കൗണ്ടർ ചെയ്യുന്നത്. അതും രാജ്യാതിർത്തിയിൽ വെച്ച് മാത്രമാണ് കൗണ്ടർ ചെയ്യുന്നത്. ഒരിക്കലും ഖത്തർ സോഴ്സുകൾ അത്തരത്തിൽ ഒരു വാർത്ത നൽകുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് കൂടി വ്യക്തമായി ഖത്തർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പോകുന്നു. UAE അലേർട്ട് വരുന്ന സമയത്തും ഈ ഫുജൈറയിലെ നേരത്തെ ക്ലോസ് ചെയ്യുന്ന അൽ സൗദ റോഡ്, അത് രാവിലെ ഫുജൈറയിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അത് 2 ബലിസ്റ്റിക് മിസൈലുകളെ വിജയകരമായി നേരിട്ടു എന്ന് UAE അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഫുജൈറയിൽ അൽ സൗദ റോഡ് പിന്നെയും തുറന്നിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള മാറ്റങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. ഈ UAE എക്സ്ചേഞ്ച് ഒക്കെ ഈ നാളെ തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യം വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് UAE നീങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടിയാണ് ഈ ഒരു പ്രസ്താവന, ഈ ഒരു പ്രതികരണമൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിനെ ഏത് തരത്തിൽ ചെറുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏത് ആക്രമണം വന്നാലും അതിനെ ചെറുക്കുക എന്ന നിലപാട് മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെയും എടുത്തിട്ടുള്ളത്. ഒരു കൗണ്ടർ അറ്റാക്കിന് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് യോഗത്തിൽ സ്വാഭാവികമായിട്ടും എങ്ങനെ ആക്രമണം കുറയ്ക്കാൻ കഴിയും, ഏത് രീതിയിലായിരിക്കും ഇറാനോട് UAE സംസാരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഉടനീളം എങ്ങനെയാകും സംസാരിക്കുക. മിഡിൽ ഈസ്റ്റിലെ മാത്രം കാര്യങ്ങളല്ല, മറിച്ച് അത് ഈ സാമ്പത്തിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക, ഒപ്പം തന്നെ കടലിടുക്കുകൾ അടയ്ക്കുക, പോർട്ടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തരത്തിൽ വലിയ ലോകരാജ്യങ്ങളൊക്കെയും ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിന് തടയിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകളാകും പ്രധാനമായിട്ടും നടക്കുക. അതിനോടൊപ്പം തന്നെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഈ ഒമാനിൽ ഉണ്ടായ ആക്രമണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം. അതിനപ്പുറത്തേക്ക് മറ്റെല്ലാം രാവിലെ ഉണ്ടായ ആക്രമണങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും പുതുതായിട്ട് UAE-യിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്, അത്
ഈ ഡിസ്റ്റൻസ് ലേണിംഗ്, ഓൺലൈൻ ക്ലാസ്സുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് അത് മാർച്ച് 6 വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതായത് ഇനി അടുത്ത തിങ്കളാഴ്ച മാത്രമേ ഏതെങ്കിലും തരത്തിൽ അല്ലാതെയുള്ള ക്ലാസ്സുകൾക്ക് തുടക്കമാവുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും വളരെ പ്രധാനമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ആ തരത്തിൽ തന്നെ വരാൻ സാധ്യതയുള്ളൂ എന്ന്. അപ്പോൾ ആ നിലയിലേക്ക് ഈ വെള്ളിയാഴ്ച വരെയും ഈ ഡിസ്റ്റൻസ് ലേണിംഗ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അതേസമയം തന്നെ മറ്റു ചില ഇളവുകൾ കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷാർജ അറിയിച്ചിരിക്കുന്നത്, ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി പറഞ്ഞിരിക്കുന്നു മുവൈല കൊമേഴ്ഷ്യൽ പാർക്ക് നാളെ റീഓപ്പൺ ചെയ്യുന്നത് 12-ാം തീയതി ആയിരിക്കും എന്നുള്ള വിവരം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. 12-ാം തീയതി ആയിരിക്കും ഈ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് പ്രകാരം മുവൈല കൊമേഴ്ഷ്യൽ പാർക്ക് അത് 12-ാം തീയതി ഇനി റീഓപ്പൺ ചെയ്യുകയുള്ളൂ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ 2 നിലയ്ക്ക്, അതായത് ദുബായിൽ കൂടുതലായി ഇത്തരത്തിൽ സാമ്പത്തിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനമൊക്കെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഷാർജയിൽ അത് 12-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ അങ്ങനെ ഓരോ തരത്തിൽ ഓരോ മണിക്കൂറുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണിത്. എന്തായാലും ഒരു വശത്ത് ഒരു ഭാഗത്തുനിന്ന് തുറക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് ചിലതൊക്കെ അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ അതിൽ പാനിക് ആകേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് ഓരോ എമിറേറ്റുകളും UAE സംബന്ധിച്ച് പറയുന്നത്. ഓരോ രാഷ്ട്രങ്ങളും അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അവർ ഈ വൈകിട്ട് ഇന്ന് UAE പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തരത്തിൽ അത്രയും ആക്രമണം ഇന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അഡ്നോക്ക് പറയുന്നുണ്ട്, അഡ്നോക്ക് അടുത്ത ഈ യൂഷ്വലായി തന്നെ അവർ പ്രവർത്തിക്കും എന്നുള്ള കാര്യം അഡ്നോക്ക് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ മേഖലകളിൽ നിന്നുമുള്ള പല പല വിവരങ്ങൾ രാത്രിയോടുകൂടി അത് ക്രോഡീകരിച്ച് കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് എല്ലാം ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുന്നത് GCC രാജ്യങ്ങളുമായി നടത്തുന്നത് അത് വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും. അപ്പോൾ അതിന് സമയമുണ്ട്. നാളത്തെ ആക്രമണവും ഒക്കെ കണക്കിലാക്കി, നാളത്തെ ഇറാന്റെ നീക്കങ്ങളൊക്കെ കണക്കിലാക്കിയിട്ട് മാത്രമാകും പിന്നീട് ഒരു നീക്കം ഉണ്ടാകുക. അതിൽ ഏത് തരത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കുകയാണെങ്കിൽ അതെങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതിന്റെ ചർച്ചകളാകും പ്രധാനമായിട്ടും നടക്കുക. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് ഓരോ എമിറേറ്റുകളും ആവർത്തിച്ച് പറയുന്ന ചില വിവരങ്ങൾ, അതായത് ഇന്നത്തെ കണക്കുകൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കണക്കുകൾ പ്രകാരം ഇന്നലെ നടന്ന അത്രയും തോതിലുള്ള ഒരു വലിയ ആക്രമണം എന്തായാലും UAEക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് 1000-ൽ പരം 11 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളുമാണ് ഇന്ന് ആക്രമിച്ചത് എന്നുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് ഇന്ന് ആക്രമണത്തിന്റെ തോത് കുറഞ്ഞു എന്നാണ് ആ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. സുരക്ഷ മുൻനിർത്തിയുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് അത്തരം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നത്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രാദേശിക സമയം 8:40 ഒരു അലേർട്ട് മെസ്സേജ് വന്നിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടിയാണ് മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.